പ്രിയമുള്ളവരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് രാത്രികാലങ്ങളിൽ ലഹരി ഉപയോഗിച്ചെത്തി പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിക്കുന്നത് വ്യാപകമെന്ന് പരാതി. നഗരത്തിൽ BOC റോഡിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം നേരിട്ടത് ക്രൂരമായ ആക്രമണമാണ്. പെട്രോൾ നൽകാൻ വൈകിയെന്ന് ആരോപിച്ചാണ് മദ്യപിച്ച് ബൈക്കിലെത്തിയ യുവാവ് മർദ്ദിച്ചത്. ജീവനക്കാരനെ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പെട്രോൾ പമ്പ് ഉടമകൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പമ്പുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനല്ലേ ഫസ്റ്റ് വന്നത്, നീ എന്താ വേറൊരു കടിച്ചു കൊടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ ചൂടായതാണ്. പിന്നെ തെറി വിളിച്ചു, പിന്നെ അങ്ങനെ തല്ലാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 മണിക്ക് വേറെ ആൾക്കാർ വന്നു, വേറൊരു പയ്യനും തല്ലി. അപ്പോൾ ഇത് സ്ഥിരം ഇങ്ങനെ ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് തൊട്ട് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചുണ്ണാമ്പത്തറ ആ ജംഗ്ഷൻ വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബ്ലാക്ക് സ്പോട്ട് പോലെയാണ്. അപ്പോൾ പോലീസിൻ്റെ പാട്രോളിംഗ് 24 മണിക്കൂർ നടക്കുന്ന പമ്പുകളിൽ തീർച്ചയായും നടക്കണം. പെട്രോളിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവം ചുരുക്കാൻ പറ്റൂ. 24 മണിക്കൂർ സേവനം ചെയ്യുന്ന തൊഴിലാളികളാണ് പെട്രോൾ പമ്പിലുള്ളത്. അവരുടെ ജീവൻ പരിരക്ഷയ്ക്കായിട്ട് പ്രത്യേക ഒരു നിയമ സംവിധാനം കൊണ്ടുവരണമെന്ന് ഞാൻ സർക്കാരോട് ഈ ഒരു അവസരം ഉപയോഗിക്കുന്നു. ഇക്ബാൽ ഇറക്കലുണ്ട്. ഇക്ബാൽ, രാത്രികാലങ്ങളിൽ തുറന്നിരിക്കുന്ന പമ്പുകാരാണ് ഈ നമുക്ക് പലപ്പോഴും ആശ്രയമായി മാറുക ദൂരയാത്രക്കാർക്കെല്ലാം. ഇതിപ്പോൾ ഇങ്ങനെ ആക്രമണം തുടർന്നാൽ ഈ പമ്പുകാരെന്ത് ചെയ്യും? അവരടച്ചിട്ട് പോകേണ്ടി വരുന്നൊരു സാഹചര്യമാണല്ലോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് പമ്പുകാർ പറയുന്നത്? ഇക്ബാൽ. അരുൺകുമാർ, പാലക്കാട് നഗരത്തിൽ തന്നെ 4-5 പമ്പുകൾ മാത്രമാണ് ഈ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ വ്യാപകമായി രാത്രികാലങ്ങളിൽ ഈ മദ്യപിച്ചും അതല്ലെങ്കിൽ മറ്റ് ലഹരികളെല്ലാം ഉപയോഗിച്ചെത്തുന്ന ചില ആളുകൾ ഈ പമ്പ് ജീവനക്കാരെ മർദ്ദിക്കുന്നു എന്ന രീതിയിലുള്ള പരാതികൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പാലക്കാട് BOC റോട്ടിലെ പെട്രോൾ പമ്പിലേക്ക് ബൈക്കിൽ ഒരു യുവാവ് എത്തുന്നു. ഈ പെട്രോൾ അടിച്ചു നൽകാൻ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് അത്യാവശ്യം തിരക്ക് ആ പമ്പിലുണ്ട്. ഈ ഇന്ധനം നിറച്ച് നൽകുന്നതിന് കുറച്ച് സമയം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പമ്പിലെ ഒരു 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ജീവനക്കാരനെ ക്രൂരമായി ഈ ബൈക്കിലെത്തിയ യുവാവ് ആക്രമിച്ചത്. ആദ്യം മുഖത്തടിക്കുന്നു, പിന്നീട് നിലത്തേക്ക് ഇട്ടതിനു ശേഷം പിന്നീടും ക്രൂരമായി തന്നെ ആ യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. ഏതായാലും ഈ സംഭവത്തിൽ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പമ്പ് ഉടമ ഇപ്പോൾ പാലക്കാട് ടൗൺ നോർത്ത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പക്ഷേ പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പാലക്കാട് ജില്ലയിൽ പലയിടങ്ങളിലും വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പുകളിൽ രാത്രികാലങ്ങളിൽ കൃത്യമായി തന്നെ പോലീസിന്റെ പരിശോധന വേണം, പോലീസ് പട്രോളിംഗ് നടക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഈ പമ്പ് ജീവനക്കാരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേക നിയമ രീതിയിലുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇത് പാലക്കാട് BOC റോഡിലാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാണിയംകുളത്തെല്ലാം സമാന രീതിയിലായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇക്ബാൽ ഇറക്കലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ഇക്ബാൽ.